എല്ലാ കാലത്തെയും പോലെ പാകിസ്ഥാനിൽ അവിടുത്തെ ഭരണം നിയന്ത്രിക്കുന്നത് സൈന്യം തന്നെയാണ്. ഇപ്പോഴത്തെ സൈനിക മേധാവിയായ അസീം മുനീർ ആകട്ടെ അവിടുത്തെ പ്രസിഡന്റിനെയോ പ്രധാനമന്ത്രിയോ ഒന്നും തന്നെ വകവയ്ക്കാതെ സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതാണ് അവിടുത്തെ രീതി. പല ആഗോള വേദികളിലും പാകിസ്ഥാന് ഇക്കാര്യത്തിൽ ശക്തമായ തിരിച്ചടി ഏറ്റിട്ടും അപമാനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും ഇതിനൊന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത ശരിക്കും അസീം മുനീറിനെ വെട്ടിലാക്കുന്നതാണ്. ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന ജെയ്ഷെ മുഹമ്മദ് എന്ന തീവ്രവാദ സംഘടനയുടെ പ്രമുഖനായ ഒരു നേതാവ് തന്നെയാണ് ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. മസൂദ് ഇല്യാസ് കശ്മീരി എന്നാണ് ഇയാളുടെ പേര്. ഈ മസൂദ് ഇല്യാസ് ഈയിടെ ഇവരുടെ സംഘടനയുടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന വേളയിലാണ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. അതിങ്ങനെയായിരുന്നു: ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട പാകിസ്ഥാൻകാരായ തീവ്രവാദികളുടെ സംസ്കാര ചടങ്ങിന് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ജനറൽ പദവിയിലുള്ള ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്തിരുന്നു എന്ന്. മാത്രവുമല്ല, ഇത് പാകിസ്ഥാനിലെ സൈനിക മേധാവിയായ അസീം മുനീറിൻ്റെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് ഇവരെല്ലാവരും വന്ന് ഈ തീവ്രവാദികളുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് എന്ന്. ഒരു കാര്യം ഓർക്കുക, ഇന്ത്യ അല്ല ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്, അവരുടെ സ്വന്തം ആൾ തന്നെയാണ് ഈ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. നേരത്തെ ഇന്ത്യയുമായി ഏറ്റുമുട്ടിയ പാകിസ്ഥാൻ തീവ്രവാദികൾ പലരെയും സംസ്കരിച്ച സമയത്തും പാകിസ്ഥാൻ പതാക പുതപ്പിച്ച് പൂർണ്ണ സൈനിക ബഹുമതിയോടുകൂടിയാണ് ഇവരെ സംസ്കരിച്ചത് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അന്ന് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി തന്നെ ഇത് സംബന്ധിച്ച തെളിവുകൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. എന്നിട്ടും പാകിസ്ഥാന് യാതൊരു കുലുക്കവുമില്ല. ഇപ്പോഴും അമേരിക്കയുമായി എങ്ങനെ മികച്ച ബന്ധം ഉണ്ടാക്കാം എന്നുള്ള ചിന്തയിലാണ് ഈ അസീം മുനീറും മറ്റുള്ളവരും.